ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോ ഡ്യൂറ്റ് വണ്ടിക്ക് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ഓടി കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടത്തിൽ വണ്ടി ഓഫായി പോവാം, പിന്നെ അടിച്ച സ്റ്റാർട്ടാവാത്തൊരു കംപ്ലൈൻറ്റ്, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ്റെ കംപ്രഷൻ ചെറിയ രീതിയിൽ ചില സമയങ്ങളിൽ ലീക്ക് ആവുന്നുണ്ട്. അതായത് ഒരു പ്രാവശ്യം നമുക്ക് ഓടിച്ചപ്പോൾ കൂടി ഒരു പ്രാവശ്യം നമുക്ക് കംപ്ലൈൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ എഞ്ചിൻ കംപ്രഷൻ ലീക്ക് എന്ന് പറയുമ്പോൾ കിക്കർ അടിക്കുമ്പോൾ ഒരു കുറവോട് കൂടിയിട്ട് കിക്കർ താന്നു പോവാം. അതാണ് അതിൻ്റെ പ്രാരംഭ ലക്ഷണമായിട്ട് കാണിച്ചത്. അപ്പോൾ നമ്മൾ ഹെഡ് അഴിച്ചിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തായിരുന്നു. അതിന് ശേഷം നമുക്ക് ട്യൂണിങ്ങൊക്കെ ചെയ്ത് ഓടിച്ച് നോക്കുമ്പോൾ വീണ്ടും നമുക്ക് വലിയ ചെറിയൊരു പ്രോബ്ലമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാർബറേറ്ററും ഓൾറെഡി നമ്മുടെ ഇതിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ കാർബറേറ്റർ യൂണിറ്റ് മാറ്റി ഇപ്പോൾ നമ്മൾ പുതിയത് വെച്ചേക്കണേ. കാർബറേറ്റർ മാത്രം നമുക്ക് 2900 വന്നുണ്ട്. അപ്പോൾ കാർബറേറ്റർ യൂണിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഓടിച്ചു, ഒരു 10-15 കിലോമീറ്ററോളം ഓടിച്ചു. പക്ഷേ പിന്നീട് വേറെ പ്രശ്നങ്ങളൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഇതിനകത്ത് കിലോമീറ്റർ കൃത്യമായിട്ട് നമുക്ക് അറിയാനും വേറെ മാർഗ്ഗമില്ല. കാരണം അപ്പോൾ എത്ര ഓടിയേക്കണം, എങ്ങനെ ഓടിയേക്കണം എന്ന് അറിയാൻ. കാരണം അതിനകത്ത് മീറ്റർ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് വേറെ സ്പീഡോമീറ്ററൊക്കെ വർക്കിംഗ്. ഇതിനകത്ത് ഡിസ്പ്ലേ മാത്രമാണ് കിട്ടാത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് എത്ര കിലോമീറ്റർ ഓടി എന്നുള്ള ദിവസം നമുക്കൊരു ഐഡിയ കിട്ടില്ല. പക്ഷേ എന്നാൽ പോലും നമ്മൾ 2-3 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചു വണ്ടി. ചില സമയങ്ങളിൽ ഇടസമയങ്ങൾ എടുത്തിട്ട് കുറേ ഓടിച്ചു. വേറെ പ്രശ്നങ്ങൾ കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ടെന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. കാരണം പ്രോബ്ലം കാണിച്ചിരുന്ന എഞ്ചിൻ കംപ്രഷനാണ്. അത് ഹെഡ് നമ്മൾ അയച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വാൽവ് മാറ്റി വാൽവ് സീറ്റിങ്ങൊക്കെ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാർബറേറ്റർ യൂണിറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിളും നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലേറ്റർ കേബിളും ഒരു വലിയ രീതിയിൽ ഇരുന്നായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒരു ദിവസം കയറ്റാൻ നിൽക്കണം. അപ്പോൾ അത്രയും കേസ് റെഡി ആക്കിയിട്ടുണ്ട്. ഡ്യുവറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നീട് റിപ്പീറ്റ് നമുക്ക് നാളെ എനിക്ക് കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല എന്നുള്ള ദിവസം പറയാൻ പറ്റാത്തൊരു വണ്ടിയാണ് ഡ്യുവറ്റ്. പക്ഷേ ഈ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റുകളാണ് നമ്മളിപ്പോൾ റെഡി ആക്കിയേക്കുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഓടിച്ചിട്ട് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് മാത്രം ഒന്ന് ചോക്കിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു മിസ്സിങ് പോലെ അത് ഫസ്റ്റ് മാത്രം, അത് തണുത്തിരിക്കുമ്പോൾ മാത്രമാണ് ആ പ്രോബ്ലം. ഒന്ന് ഹീറ്റായി കഴിഞ്ഞാൽ പിന്നെ വണ്ടി പിക്കപ്പാണ്, വേറെ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ ആ രീതിയിലേക്ക് വർക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബിൽ എമൗണ്ട് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ